ഒരാൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു 100% സക്സസ്ഫുൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വെറുതെ വന്നാൽ പോരാ, അദ്ദേഹത്തിൻ്റെ ഫേസിനനുസരിച്ച് ഹെയർ ലൈനും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ടെന്ന് തോന്നണം. ശരിയല്ലേ? അങ്ങനത്തെ റിസൾട്ടാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മൺസൂൺ സീരീസ് റിസൾട്ട് നമ്പർ 4. ഓക്കെ, ഞാൻ ബിഫോർ ഫോട്ടോ കാണിക്കാം. ഓക്കെ, നല്ല കട്ടി മീശയൊക്കെ ഉള്ള ഒരാളാണ്. ആൻഡ് ഡോണർ ഏരിയ ഉണ്ട്, ഫ്രണ്ട് ഹെയർ ലൈനും മിഡിൽ വരെ കഷണ്ടിയാണ്. മുഖത്തിലൊരു ഷേപ്പ് പോയിട്ടുണ്ട്, ഇച്ചിരി ഏജ് കാണുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ഹിസ് ഏജ്, മേ ബി ഒരു 40-45 എബോ ആയിരിക്കാം ഏജ്. ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ 45 അല്ലെങ്കിൽ 40 ഒരാളാണ് ഒരു കാരണവശാലും 18 വയസ്സാക്കരുത്. പല ക്ലിനിക്കുകളും പല ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഹെയർ ലൈനിൽ കൊടുത്തിട്ട് ഒരു വൃത്തി ഇല്ലാത്ത റിസൾട്ട് ആക്കി കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്ത വ്യക്തി സാറ്റിസ്ഫൈഡ് ആവില്ല. ഇവിടെ ഹെയർ ലൈൻ ഡ്രോ ചെയ്ത കേസ് ഞാൻ കാണിക്കാം. ഓക്കെ, അറൗണ്ട് ഒരു 3000 ഗ്രാഫ്റ്റ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് മിഡിൽ സ്കാപ്പ് പോലെ കവർ ചെയ്തിട്ടുണ്ട്, നല്ല ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഇതിൻ്റെ റിസൾട്ടാണ്. യെസ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് കാണുക. സീ ദ ചേഞ്ച്. ഫേഷ്യൽ സ്ട്രക്ചർ ഏത് ലെവലിൽ ചേഞ്ച് ആയിട്ട്, ഇതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരു കാരണവശാലും ട്രാൻസ്പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജിം ബോഡിയാണ്, അതിനനുസരിച്ചുള്ള ഹെയർ ലൈൻ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു ലുക്കിലോട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ഒരു ഏജ് ഒരു 5-10 വയസ്സ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഒരു 25-30 വയസ്സ് വേണമെങ്കിൽ പറയും. അല്ലാതെ ഇദ്ദേഹത്തിന് 18 വയസ്സാക്കിയില്ല. പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. 65 വയസ്സുള്ള ആളെയും 18 വയസ്സാക്കി കാണിക്കും. അങ്ങനെ കാണുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നു ഹെയർ ലൈൻ. അതാണ് പല ക്ലിനിക്കുകളും ചെയ്യുന്ന മിസ്റ്റേക്സ്. സോ ഇങ്ങനത്തെ റിസൾട്ടിന് വേണ്ടി ഹെയർ ട്രാൻസ് സഫാരി എന്ന് പറയുന്ന ചാനൽ ഫോളോ ചെയ്യുക. മൺസൂൺ സീരീസിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകൾ വരുന്നുണ്ട്. എൻ്റെ പഴയ സീരീസ് കണ്ട വ്യക്തികൾക്കറിയാം, ഫ്രീഡം സീരീസ് എന്നൊരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 79 റിസൾട്ടാണ് ചെയ്തത്. ഇത് ഞാൻ ചെയ്ത 100 റിസൾട്ടാണ്. ഫ്രീഡം സീരീസിൽ ഉൾപ്പെടുത്താത്ത റിസൾട്ടുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പല കറക്ഷൻ കേസുകളും വരുന്നുണ്ട്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കഷണ്ടിയിലെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, യൂട്യൂബ് പേജ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫോളോ ചെയ്യുക. ബൈ.